സിൽവറട്ടോ ചേട്ടാ ഒന്ന് സൂക്ഷിച്ച്. അത് എന്റെ പൊന്നു ചേട്ടാ, ഞങ്ങളെ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കൊണ്ടുപോകണേ. എന്റെ അമ്മോ, ഇതിന് ഒരുപാട് ദൂരം ഉണ്ടല്ലോ. ഇതാണ് കുണ്ടാരിയോന്റെ വീട്. ഷെടാ, വീട് പൂട്ടിയിരിക്കുകയാണല്ലോ. നമ്മൾ ഇങ്ങോട്ട് വരുന്ന കാര്യം അവൻ അറിഞ്ഞെന്നാ തോന്നുന്നേ. അതെ, പത്തിലും ഒന്നിങ്ങോട്ട് ഒന്ന് നോക്കിയേ, എത്ര മനോഹരമായ ടാഗ് സ്റ്റാച്യു ആണിത്. ഇങ്ങോട്ടൊന്ന് നോക്ക്, ഇത് എഴുന്നേറ്റ് നിൽക്കുന്നു, കണ്ണും കൂടി തുറന്ന് നോക്കുന്നുണ്ട്. അയ്യോ, ഇതിന് ജീവനുണ്ടായിരുന്നല്ലോ. രക്ഷിക്കണേ ചേട്ടാ, ഓടാതെ രക്ഷിക്കേ. എന്റെ അമ്മോ, എന്നെ വിട്ടേക്ക്. ഞാൻ നിനക്ക് പുട്ടും കടലയും പഴക്കം തരാം. ഇതാരാ ഇത്? കമോൺ ഹ്യൂമൻസ്, നിങ്ങൾ എന്നെ വേട്ടയാടാൻ വന്നു, പക്ഷേ ഇപ്പോ ഞാൻ നിങ്ങളെ വേട്ടയാടാൻ പോകുന്നു. ഓടിക്കോ, എല്ലാവരും പെട്ടെന്ന് ഓടി വാ, ഓടി രക്ഷപ്പെടാ. എന്റെ അമ്മോ, അതെ കാര്യം ചേട്ടാ, ആ രണ്ട് ഡോഗിനെ എഴുന്നേൽപ്പിച്ചു വിട്ടില്ലേ, അതും പുറകിട്ടാണോ ഇതും പുറകെ വരുന്നത്? Guys, we are chased by metal dogs. നിങ്ങൾ മുമ്പ് ഇതൊന്നും കണ്ടിട്ടേ ഉണ്ടാവില്ല. Keep watching, be happy, keep smiling. hey, stop chasing. എന്റെ അമ്മോ, സിംഗർ സാർ എഴുന്നേക്ക്. എന്താ? അതെ സിംഗർ സാർ, എന്തിനാണ് ഈ നേരത്തെ ആവശ്യമില്ലാത്ത പണിയൊക്കെ ചെയ്തത്? നമുക്ക് രക്ഷപ്പെടാം സാർ. എനിക്ക് ഒറ്റയ്ക്ക് എന്നെ ഓടി രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഈ സിംഗർ സാറിനെ വെച്ചോണ്ട് ഞാൻ എങ്ങനെ ഓടും? അവരുടെ കയ്യിൽ നമ്മൾ പിടിക്കപ്പെടുമെന്ന് ഉറപ്പാ. മോട്ടു വേഗം ഓട്, ഡോഗീസ് നിങ്ങളുടെ പുറകെ ഉണ്ട്. പ്ലീസ് കടിക്കല്ലേ. അയ്യോ അയ്യോ, വേണ്ട, കടിക്കല്ലേ. അതെന്താ സംഭവം? ആരാ വന്നിരിക്കുന്നേ? ഒന്ന് പെട്ടെന്ന് വന്ന് വണ്ടി കയറ്. ഓക്കെ, വരൂ. താങ്ക് യു സുരണ്ടോ ചേട്ടാ. ചേട്ടൻ എവിടുന്നാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എനിക്ക് എല്ലാ വശത്തും കണ്ണുകളുണ്ട്. എല്ലാ വശത്തു നിന്നും എനിക്ക് ഇൻഫർമേഷൻസും കിട്ടും. നിങ്ങളെ എല്ലാവരും രക്ഷിക്കേണ്ടത് എന്റെ കടമയല്ലേ? അയ്യോ, വീണ്ടും തുടങ്ങിയല്ലോ. രക്ഷിക്കണേ. മോട്ടു, നീ വണ്ടി ഓടിക്ക്. നിങ്ങളുടെ ലോകത്തെ നോർമൽ കാർ പോലെ തന്നെയാ. ഞാൻ അവനെ നോക്കിക്കോളാം. രോഹി, ഇനി നിനക്ക് രക്ഷപ്പെടാനാവില്ല. എന്റെ അമ്മോ, വണ്ടിയുടെ സ്പീഡ് ഒന്ന് കൂടട്ടെ. എന്തത്? മോട്ടു, വണ്ടി നിർത്തല്ലേ, ഓടിച്ചോണ്ടേയിരിക്ക. വേഗം വിട് മോട്ടു, സ്പീഡ് കൂട്ട മോട്ടു. എന്റെ അമ്മ, മോട്ടു ഒന്ന് വേഗം വിട്ടേ. എന്താ പറ്റിയ മോട്ടു? ഈ വണ്ടി എന്താ മുന്നോട്ട് പോകാത്തത്? മോട്ടു, എല്ലാ പവറും ഉപയോഗിച്ച് ഓടിക്ക.
ചെയ്ത് പുറകിലേക്കാണല്ലോ പോകുന്നേ. എല്ലാവരും കാറിൽ നിന്ന് ചാട്, വേഗം. ഈ സ്പീഡ് ബെൽറ്റ് എങ്ങനെ ഊരുന്നത്? ഇതിനെ കുറിച്ച് സൊറോണ്ടോ പറഞ്ഞു തന്നിട്ടില്ല. എന്റെ അമ്മോ, ഹെൽപ്പ്! ഗൈസ്, ആസ് യു ക്യാൻ സീ വി ആർ ട്രാപ്ഡ്. ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ബൈ ബൈ. നിങ്ങൾ എല്ലാവർക്കും ബൈ. ഓൾവേസ് ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്. എല്ലാവരും ട്രൈ ചെയ്യൂ. സീറ്റ് ബെൽറ്റ് അഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ചാടിക്കോ, വേഗം. മോട്ടു എവിടെ? മോട്ടു, എന്റെ കാല് കുടുങ്ങിപ്പോയി. പത്ലു, എന്റെ കാൽ ഊരി വരുന്നില്ല. വന്നു. മോട്ടു, 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 വേഗം താഴേക്ക് ചാട്. പത്ലു, ഞാൻ നിന്നെ പിടിച്ചു മോട്ടു. നമുക്ക് ഒരിക്കൽ കൂടി കാണാം മോട്ടു പത്ലു. ശ്രദ്ധിക്കൂ റിപ്പോർട്ടർ സുന്ദരി, നിങ്ങൾക്കുള്ള ചൂടുള്ള വാർത്തയുമായി ഇത് ആയെത്തിയിരിക്കുന്നു. ലോകം മുഴുവൻ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ലോകത്തിലുള്ള എല്ലാ മെറ്റലുകളും തുരുമ്പിക്കുന്നു. അയ്യോ അമ്മേ, ഈ ഡാം നമ്മുടേതുപോലെ ആണല്ലോ. നോക്കിക്കേ, ഇതിന്റെ ഭിത്തിയിലും ക്രാക്സ് ഉണ്ടാകുന്നുണ്ട്. ചേട്ടാ, എന്റെ അമ്മോ, എന്തൊക്കെയാ അവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത്? ഇത് നമ്മുടെ ഡാം പോലെയല്ല, നമ്മുടെ ഡാം തന്നെയാ. അങ്ങോട്ട് നോക്കിയേ, നോക്ക്. പ്രേക്ഷകരെ, നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ഫുർഫുറി നഗർ ഡാം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു, ഇത് അറിയണമെങ്കിൽ കാണണം ഫുർഫുറി നഗർ ന്യൂസ്. നമ്മൾ പോകുന്ന കാര്യം ആരോ ഓണ്ടാരിയൊക്കെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ആരാണ്? അതെ, ആരോ ഇൻഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എന്തിന്? ആരാണത്? ആരാണത്? ആലോചിക്കേണ്ട കാര്യം ഒന്ന് മാത്രമാണ്. അതാരായിരിക്കും? അതെ, ആലോചിക്കേണ്ട കാര്യം ഒന്ന് മാത്രമാണ്. ഓണ്ടോറിയുടെ കൈകൊണ്ട് നമ്മൾ മരിക്കണമെന്ന് ആരൊക്കെയോ വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഓണ്ടാരിയോ നമ്മുടെ കൈകൊണ്ട് മരിക്കണമെന്ന് ആരോ വിചാരിക്കുന്നുണ്ട്. എന്നാൽ അത് ആരാണ്? അതെ, ശരിയാണ്. അതാരായിരിക്കും? അതാരാണെന്ന് കണ്ടുപിടിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതെ, ആരായിരിക്കും? എന്റെ മോട്ടു, നീ ചോദ്യത്തിന് ഉത്തരമാണ് പറയേണ്ടത്, അല്ലാതെ ഞാൻ ചോദിക്കുന്നത് തിരിച്ചു പറയല്ല. പത്തിന് വെറും വയറ്റിൽ എന്റെ ബുദ്ധി വർക്ക് ചെയ്യില്ലെന്ന് നിനക്ക് അറിയില്ലേ? നീ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും ആലോചിക്കേ. പത്രു ചേട്ടാ, നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങളുടെ ഫേസ് ഒന്ന് കാണിച്ചേ പ്ലീസ്. ഐഡിയ. നിങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്നാലും എന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. എന്റെ അമ്മോ, ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. Come on, you are under arrest. Arrest. Charged. ഇളനീർ പട്ടാളമേ, go hit him. Okay, Chinga sir. അയ്യോ, ചിങ്കം സാർ, ഞങ്ങളെ രക്ഷിക്കണേ. എന്റെ അമ്മോ, ഭൂലോകത്തിൽ നിന്ന് കൊണ്ടുവന്ന ഈ തേങ്ങ കൊണ്ട് എന്റെ വാല് പോലും അനക്കാൻ പറ്റില്ല. ചിങ്കം സാറേ, നിങ്ങളിപ്പോ ഞങ്ങളെയാണോ സഹായിക്കുന്നത് അതോ അവരെയോ? ഇനി ഈ സൂറാണ്ടോയ്ക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ഇനി രക്ഷപ്പെട്ട് കാണിക്കേ.
എന്താ മോട്ടു ഇതെങ്ങനെയുണ്ട്? നീ എന്നെ ഒരുപാട് ശല്യം ചെയ്തടാ മോട്ടു. ഈ അവസാനത്തെ സമ്മാനം കൂടെ പിടിച്ചോ. ബൈ ബൈ മോട്ടു. ഗൈസ് അത് കണ്ടോ, സൊറോണ്ടോ മോട്ടു ചേട്ടനെ വലിച്ചെറിഞ്ഞു. മോട്ടു മോട്ടു ചേട്ടാ, നിങ്ങൾ എവിടെയാണ്? നിങ്ങളുടെ പുതിയ രാജാവിന്റെ കഥ തീർന്നിരിക്കുന്നു. ഇപ്പൊ ഞാൻ താഴോട്ട് ഇറങ്ങിപ്പോയി റോയൽ ഡയമണ്ട് എടുത്തോളാം. അതിനുശേഷം ഞാൻ ഇവിടുത്തെ പുതിയ രാജാവ് ആയിക്കോളാം. നീ ഇങ്ങനെ കിടന്ന് ധൃതി പിടിക്കാതെ സൊറാണ്ടോ. ആദ്യം നിനക്ക് എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് നോക്ക്. ആരാണോ ജയിക്കുന്നത് അവർക്ക് മാത്രമേ രാജാവാകാൻ കഴിയൂ. കാലയ്ക്ക് പോട്ടു. മോട്ടു പിന്നിലേക്ക് നോക്ക്. അങ്ങോട്ട് നോക്കൂ, ബിൽഡിങ്ങിന്റെ മെറ്റലെല്ലാം തുരുമ്പ് പിടിച്ചത് കാരണം ബിൽഡിംഗ് എല്ലാം തവിട് പൊടിയാവുകയാണ്. എല്ലാവരും ഓടിക്കോ. എല്ലാവരും പെട്ടെന്ന് സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകൂ. സഹായിക്ക്, സഹായിക്ക്, ആരെങ്കിലും ഞങ്ങളെ സഹായിക്ക്. ഇങ്ങോട്ട് വരൂ. ഓക്കേ. നോക്കിയ മോനെ, ഇവിടുത്തെ സിറ്റുവേഷൻ ഒട്ടും ശരിയല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോവാൻ നോക്ക്. ഓക്കേ. ഓടിച്ചെടുത്തല്ലോ, ഇത് ശരിയാവില്ല. ഇല്ല ഡോക്ടർ ചെക്ക. എന്റെ ചങ്കേന്റെ ബ്രോ, പെട്ടെന്ന് ജോലി തീർക്ക്. ഇവിടെ സിറ്റുവേഷൻ വളരെ മോശമാണ്. ഞങ്ങൾ നിങ്ങളെയാണ് മുഴുവനായി വിശ്വസിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ വിശ്വാസം തകർക്കല്ലേ സുഹൃത്തുക്കളെ. സൊറാണ്ടോ, ധൈര്യം ഉണ്ടെങ്കിൽ വാ. എന്റെ അമ്മോ. അയ്യോ അമ്മേ, എന്റെ കൈ വേദനിക്കുന്നേ. അയ്യോ, എത്ര അടി കൊടുത്താലും അവൻ തിരിച്ച് വീണ്ടും വന്ന് നിൽക്കുകയാണല്ലോ. അവനെ ഇടിച്ചിടിച്ച് എന്റെ കൈ വേദനിക്കുന്നു. എനിക്ക് വയ്യ. കിങ് മോട്ടു, ഞങ്ങളുടെ ഇവിടെ കിങ് പബ്ലിക്കിന്റെ മുമ്പിൽ കരയാറില്ല. അത് പ്ലീസ് ഓർത്തുകൊള്ളുക. മോട്ടു, പൊത്തലോ, മോട്ടു.
എന്റെ അമ്മോ, ഇവൻ എന്റെ തലവണ്ട തകർത്തല്ലോ. സൊറാണ്ടോ, നിനക്ക് എന്ന് മാത്രം ധൈര്യം ഉണ്ടായിട്ടാ നീ എന്റെ പത്തിലുള്ള നേരത്ത് കൈവച്ചത്? എന്റെ കൂട്ടുകാരനെ വെറുതെ വിടറാ. സോറി, നിങ്ങൾ കരിയാന്ന് അറിയില്ലായിരുന്നു. ഞാനിത് എഡിറ്റ് ചെയ്തേക്കാവേ. മര്യാദക്ക് അതങ്ങ് എഡിറ്റ് ചെയ്തോ, ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നീ കരഞ്ഞോണ്ടിരിക്കേണ്ടി വരും. മനസ്സിലായോ? മനസ്സിലായി. കിങ് മോട്ടു, നിങ്ങൾ ഒരു കിങ്ങിന്റെ കവചമാണ് അണിഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഏത് ആയുധമാണ് ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്നതാ. ഇതെന്താ കിങ്ങേട്ടാ ഇപ്പൊ ഒന്ന് പറയുന്നത്? കുറച്ചു മുമ്പേ പറയേണ്ടതല്ലായിരുന്നോ? ഇനി ഈ കളി കണ്ടോ, ഈ ക്ലൈമാക്സ് ഇതോടുകൂടി അവസാനിപ്പിക്കണം. സൊറാണ്ടോ! ഇത് കണ്ടോ ഗായ്സ്, മോട്ടു ചേട്ടന്റെ സോളിഡ് പഞ്ച്. ഞാനിപ്പോ രക്ഷപ്പെടും, കാരണം എന്റെ അടുത്ത് മെറ്റൽസിന്റെ പവർ ഉണ്ട്. മെറ്റൽ സോയിന്ന് വരുന്ന പവർ എന്നെ പ്രൊട്ടക്ട് ചെയ്യാം. വേറെ ആർക്കും രക്ഷപ്പെടാനാവില്ല. സമയം തീരാറായി. The whole world is finished. Bye bye. ഇനിയിപ്പോ എന്താ ചെയ്യാ? ജാൽസോ എവിടെയാണെന്ന് അതും നമുക്ക് അറിയില്ലല്ലോ. അത് എവിടെയാണെന്ന് സൊറാൻറ്റോയ്ക്ക് മാത്രമേ അറിയാവൂ. അവനാണെങ്കിൽ ഓടിയും പോയി. അവനെ അന്വേഷിക്കുന്നത് അത്ര എളുപ്പവുമായിരിക്കില്ല. പോരാതെ സൂര്യനും അസ്തമിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് എന്തെങ്കിലും ആലോചിക്കേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി വർക്ക് ചെയ്യില്ല എന്ന് നിനക്ക് അറിയില്ലേ? ഐഡിയ. ടൊറാൻഡോ സംസാരിക്കുമ്പോ മെറ്റൽ സൂവിന്റെ റേസ് എന്ന് പറഞ്ഞില്ലേ? മാത്രമല്ല വേറൊരു കാര്യവും പറഞ്ഞു. ആ റേസിൽ നിന്നാണ് അവന് പവർ കിട്ടുന്നതെന്ന്. തീർച്ചയായും ആ മെറ്റൽ സോ ഇവിടെയുള്ള കേവ്സുകളിൽ ഏതോ ഒരു കേവ്സിലുണ്ട്. കിങ് മോട്ടു, എന്നാ വാ, നിങ്ങൾ കിങ് ആണ്. ഇനിയിപ്പോ മെറ്റാൽസ് ഇവിടെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ എടുത്തിട്ട് ഹോളി കേവിൽ കൊണ്ട് വെച്ചോളൂ. ഇനി സൂര്യൻ അസ്തമിക്കാൻ കുറച്ച് നേരമേ ഉള്ളൂ. വേഗമാകട്ടെ കിങ് മോട്ടു. ഞാനോ? ഡ്രാഗ്വൺസാ! ഒരു ഡ്രാഗ്വൺസാ! നീ എവിടെയാണ് മെറ്റൽസോ? അങ്ങോട്ട് നോക്ക്, ആ കേവിനുള്ളിൽ നിന്നാണ് റേസ് വരുന്നത്. മെറ്റൽസ് ഉറപ്പായിട്ടും അവിടെ തന്നെ ഉണ്ടാവണം. അങ്ങോട്ട് പോ. മെറ്റൽസ് ഉറപ്പായിട്ടും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവണം. മിക്കവാറും ആ കഥകിന്റെ പുറകിൽ തന്നെ ആയിരിക്കണം. ഇവിടെ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണമല്ലോ. അതേ മെറ്റൽസോ, നീ എവിടെയാ ഉള്ളത്? എനിക്കെന്താ നിന്നെ കാണാൻ പറ്റാത്തത്? ഓ, കിട്ടിപ്പോയി മെറ്റൽസോയെ, മെറ്റൽസോയെ കിട്ടിപ്പോയേ.
ഇനി എത്രയും പെട്ടെന്ന് ഇതിന്റെ ശരിയായ സ്ഥലത്ത് കൊണ്ട് എത്തിക്കണം. വേഗം പോട്ടെ. ഞാൻ എത്തിക്കഴിഞ്ഞു. ഈ മെറ്റൽസ് കൊണ്ടത് വെക്കട്ടെ. മോട്ടു ചേട്ടാ, നമ്മൾ അവസാനം ഓലിക്കവിലേക്ക് എത്തിച്ചേർന്നു. ഓട്ടു വേഗം പോ, നമുക്കിപ്പോ ഒട്ടും സമയമില്ല. അല്ല, ഈ സൊറാണ്ട ഇവിടെയും എത്തിയോ? മോട്ടു, ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നീ ഇത്രയും ദൂരെ എത്തിയില്ലേ? പക്ഷെ ഇതിനു മേലെ നിന്നെ കൊണ്ട് പോവാൻ പറ്റില്ല. പത്ലു, ഇതോടെ ഈ ലോകം നശിക്കാം. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. സൊറാണ്ടോ, മോട്ടുനെ വെറുതെ വിട്ടേക്ക്. എന്റെ അമ്മോ, ഇതാണോ റിവേഴ്സ് സ്റ്റെപ്പ്? അല്ല, ഇനിയിപ്പോ എന്താ ചെയ്യാ? മോട്ടുവിനെ എങ്ങനെ രക്ഷിക്കുക? ഐഡിയ! മോട്ടു വേഗം റെഡി ആയിരിക്ക. ഡ്രാഗൺ അറ്റാക്ക്! സൊറാണ്ടോ ചേട്ടാ, ഇതാ മെറ്റൽസോ. എനിക്കിനി ഇതിൽ കൂടുതൽ അടിയൊന്നും ഇടാൻ പറ്റില്ല. ദുഷ്ടശക്തി എത്രയൊക്കെ പരിശ്രമിച്ചാലും ശരി, വിജയം എപ്പോഴും നന്മയുള്ള ആൾക്കാരുടെ കൂടെ ആയിരിക്കും. ബൈ ബൈ സൊറാണ്ടോ. മോട്ടു വേഗം, ഇനിയും 4 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. എന്റെ അമ്മോ, ഗസിറ്റാറാം, മെറ്റലൊക്കെ തുരുമ്പ് പിടിക്കുന്നത് നിന്ന് പോയി കണ്ടില്ലേ? ചിടാ ചങ്കേന്റെ ബ്രോ, മോട്ടും പത്ലും അവിടെ ജയിച്ചെന്നാ തോന്നുന്നത്. വാ, നമുക്ക് അടിച്ചു പൊളിക്കാം. അമ്മച്ചിയെ, അടിപൊളി. മോട്ടു പത്തിലും ആണെങ്കിൽ കാര്യം സാധിച്ചു കാണിച്ച്. അടിപൊളി. കിങ് അരുൺ സാ, ഇതാ നിങ്ങളുടെ മെറ്റൽ ലോക്കിന്റെ ചാവി. മോട്ടു പത്ലു, താങ്ക് യു വെരി മച്ച്. നിങ്ങളെല്ലാവരും കാരണം ഞങ്ങളുടെ മെറ്റൽ വേഴ്സ് മാത്രമല്ല, മുഴുവൻ ലോകവും രക്ഷപ്പെട്ടിരിക്കുന്നു. താങ്ക്സ് എ ലോട്ട്. മോട്ടു പത്ലു, നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും നന്ദി അറിയിക്കുന്നു. മോട്ടു ചേട്ടാ, പത്തു ചേട്ടാ, നിങ്ങൾ വെറും ഫുർഫുരി നഗരത്തിൽ മാത്രമല്ല, ഈ മുഴുവൻ യൂണിവേഴ്സും നിങ്ങൾ ഹീറോ ആയിരിക്കുകയാണ്. വാവ്, വെരി ഗുഡ്. മോട്ടു പത്ലു, ഐ ആം ഫീലിംഗ് റിയലി പ്രൗഡ്. ഞാൻ നിങ്ങളുടെ സുഹൃത്താണെന്ന്. ഹേ ഗൈസ്, ഇതാണ് എന്റെ മെറ്റൽ വേൾഡ് സ്റ്റോറിയുടെ അവസാനം. കണ്ടില്ലേ, മോട്ടു ചേട്ടനും പത്തു ചേട്ടനും ഈ മുഴുവൻ യൂണിവേഴ്സിനും രക്ഷപ്പെടുത്തിയിരിക്കുന്നു. And don't forget to share and subscribe.
Watch India's largest kids library only on Jio Hotstar. Download the app now.